അമ്മ ശാലിനി ചേച്ചിയുടെ അമ്മയാണ്. പരിചയപ്പെടുത്തുക അമ്മേനെ. ഇതെന്റെ അമ്മയാണ്. അമ്മയുടെ പേര് ഓമന. ഓമന. ഞാൻ അമ്മേനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുഞ്ഞിലുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അമ്മയ്ക്ക് ആ ഒരു സമയത്ത് എനിക്ക് അറിയില്ല എത്രത്തോളം അത് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഇപ്പൊ യൂസ്ഡ് ആയി പോയതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? നന്നായിട്ട് വിഷമം ഉണ്ടായിരുന്നു അന്നത്തെ സമയം. കാരണം എൻ്റെ 24-ാമത്തെ വയസ്സിലെ മോളാണ്. ആ ഡിഗ്രി കഴിഞ്ഞൊരു 4 വർഷം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴും അപ്പോൾ മോളെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ച് കരയുമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ 2, 3, 4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ കുഞ്ഞിനെ കണ്ടുകൊണ്ട് പേടിച്ച് കരയുമായിരുന്നു. അപ്പോൾ അത് നമ്മളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നില്ലേ. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം അവളെ ഏറ്റെടുത്തു. പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബന്ധുക്കൾ എല്ലാവരും വളരെ കാര്യമായിട്ട് അവളെ നോക്കാൻ തുടങ്ങി. നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഈ പ്രായം വരെയും എല്ലാ ബന്ധുക്കളും അവളെ താങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇപ്പം എനിക്ക് മനപ്രയാസം ഇച്ചിരി കുറവുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ 64 വയസ്സായി. അപ്പോൾ എനിക്ക് എൻ്റേതായ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇപ്പം ആണ് സോഡിയം കുറയുന്ന പോലെ. അത് കാരണം ഭയങ്കര ഓർമ്മക്കേടുണ്ട് നന്നായിട്ടേ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ്. പിന്നെ 2 അറ്റാക്ക് കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ കുറേ കോൺഫിഡൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ്. അപ്പം നമുക്കത് അതിൻ്റെ കാര്യത്തിലൊരു വലിയ തൃപ്തി നമുക്കുണ്ട്. പെട്ടെന്ന് എടുത്തിയാടി ഒരു കാര്യം ചെയ്യത്തില്ല. 2 തവണ ആലോചിച്ച് എല്ലാം ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അവളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അന്ന് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്തൊരു സാഹചര്യത്തിലാവുമ്പോഴേക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതെങ്ങനെയായിരുന്നു അമ്മ ഫേസ് ചെയ്തിരുന്നത്? ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു മോനെ. കാരണം നമ്മുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞല്ലേ, നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെ. അന്ന് ഞങ്ങൾ ഇച്ചിരി കാശൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു. അപ്പം നന്നായിട്ട് മോളെ നോക്കാൻ പറ്റി. അണ്ണന്മാരുടെയിലൊക്കെ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അത് നല്ല രീതിയിൽ മോളെ കെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ അവളിന്ന് ജീവനോടെ നമ്മളോടൊപ്പം ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഡോക്ടേഴ്സ് അന്ന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞു ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിനാവും കുഞ്ഞ് മരിച്ചു പോകുന്ന എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാനൊരു 3 മണിക്കൂർ സമയം ഒരു രാത്രിയിൽ എൻ്റെ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു 11 മണിയോട് കൂടിയിട്ട്. പിന്നെ പകലൊരു 11:30-ക്കാണ് മോളുടെ പ്രസവം നടക്കുന്നത്. പിന്നെ ഞാനങ്ങ് ഒന്ന് മയങ്ങിപ്പോയി. പക്ഷേ ഒരു 5 മണിക്ക് മുൻപേ ഞാൻ ഉണർന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരും സിസ്റ്റർമാരും അവർ പെട്ടെന്ന്, അപ്പോൾ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, പാലൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവർ മോളെ കൊണ്ടുവന്ന് എൻ്റെ അടുക്ക കൊണ്ടുവന്ന് കിടത്തിത്തന്നു. പിന്നെ ആ നിമിഷം മുതൽ നമ്മൾ ഇന്ന് വരെ അവളെ ഒട്ടും വിഷമിപ്പിക്കാതെ സന്തോഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക. ഇപ്പോഴും ചേച്ചി സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തുടങ്ങി. ഇപ്പം മഹാലക്ഷ്മി ഓൺലൈൻ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട് മോളെ. നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. വീഡിയോ എടുത്തു തരാൻ ആരില്ലാത്തതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ആയില്ല. അത് അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലൂടെ ഓൺലൈൻ ചെയ്യുന്നത്. മാരേജ് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് അമ്മ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്, അമ്മയോട് നേരിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്? മോളെ, അത് ഈ ഒരേ കാറ്റഗറിയിലുള്ള കുട്ടികളാകുമ്പം ആ ഒരു ടൈപ്പ് കുട്ടിയെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം ഇപ്പം നമ്മൾ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം വെച്ച് നോക്കുമ്പോൾ ഒരേ കാറ്റഗറി വരുമ്പം അതേ കാറ്റഗറി കുഞ്ഞ് തന്നെ ആയിരിക്കും ജനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായത്. ഇത് പകരില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും അത് ആളുകൾക്ക് അന്ന് അറിയില്ലല്ലോ. ഇപ്പോ കുഞ്ഞിലെ ആവുമ്പോഴേ എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞല്ലേ, അപ്പൊ എൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതല്ലേ. ഇപ്പോൾ എനിക്ക് വയസ്സ് 64 ആയില്ലേ, 24 വയസ്സിലെ കുഞ്ഞാവള്. അപ്പോൾ ഇതുവരെ എൻ്റെ ദേഹത്ത് ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് പകരുന്ന രോഗമല്ല. പിന്നെ അന്ന് ഡോക്ടർ പൈലി, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പൈലി ഡോക്ടർ എന്നോട് പറഞ്ഞു
ഒരു കാരണവശാലും ഇത് കുഞ്ഞുങ്ങൾക്ക് പകരുന്ന രോഗമല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കുഞ്ഞിനെ വളർത്താനുള്ള ശ്രമമാണെങ്കിൽ ധൈര്യമായിട്ട് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് വളർത്തിയത്. ഇത്രയും കാലമായിട്ടും ആർക്കും അവളിൽ നിന്ന് ഈ രോഗം പകർന്നിട്ടില്ല. പെട്ടെന്ന് കാണുന്ന ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും പകരുമോ എന്നൊരു നമ്മൾ അടുത്തിരിക്കാനൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേടാ യൂട്യൂബും കാര്യങ്ങളും ഒക്കെ വന്ന് ഇത്രയും ഒരു എല്ലാവർക്കും ഒരു എനിക്ക് തോന്നുന്നു നമ്മളിലൂടെ തന്നെ ആണെന്ന് തോന്നുന്നു കൂടുതലും ഇങ്ങനെ വന്നത്. അപ്പോൾ ഇപ്പം പൊതുവിലെ പിന്നെ അല്ലെ ഒരു എന്തോ ഡോക്ടർമാരും ഒക്കെ പണ്ടത്തെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി കുറെ മാറി. അതാണ് പണ്ടുള്ള ഒരു ചിന്താഗതിയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും സർപ്പശാപാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആളുകൾ പറയും. അങ്ങനെ പറയുമെന്നല്ലോ. പക്ഷെ മോളെ ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, എല്ലാ ജാതിയിലെയും മോളെ പോലെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് നമ്മള് ഈ ഹിന്ദുക്കൾ മാത്രം വിചാരിക്കുന്ന ഒരു സർപ്പശാപം എന്ന് പറയുന്ന വാക്കിന് അതിനകത്ത് ഒരു പ്രസക്തിയില്ല, യാതൊരു പ്രസക്തിയില്ല. കാരണം എല്ലാ ജാതിയിലും ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു 5-8 മാസം മുൻപ് ഞങ്ങൾ അടൂര് പോയപ്പോൾ എന്റെ മോളെ പോലെ തന്നെ ഒരു കുട്ടി, തടിയുള്ള ഒരു കുട്ടിയാണ്, 3 കുഞ്ഞുങ്ങൾ. അതിനെ കല്യാണം കഴിച്ചു. നോർമൽ ഒരാളാ കല്യാണം കഴിച്ചത്. 3 കുഞ്ഞുങ്ങളുണ്ട് അതിന്. കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമ്മുടെ KV ജെട്ടി ഇവിടെ അടുത്താ. KV ജെട്ടി 4 കിലോമീറ്റർ ദൂരത്തിലുള്ള കുട്ടി. പക്ഷെ അത് നമ്മുടെ അടൂരിലാണ്. അപ്പം അവരെന്നോട് പറഞ്ഞു, ചേച്ചി അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട, മോളെ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അപ്പം ഒരു ആ കാറ്റഗറി അല്ലാത്ത ഒരാളിനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ ഒരു നല്ല കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാ മോൾ അങ്ങനെ വെക്കുന്നേ? അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ, നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ എന്താ പറയാ, ഈ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അമ്മയുടെ അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകണം, പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ വലിയ അമ്പലവിശ്വാസിയൊന്നുമല്ല. പിന്നെ ദൈവത്തിനെ വിളിക്കുന്നുണ്ട്, അതിനൊരു കുറവും വരുത്തില്ല. പിന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാലോ. നമ്മള് ഒരുപാട് ഡോക്ടർമാരെ കണ്ടപ്പോ ഇത് മാറില്ല, ജന്മനാലേ ഉള്ളതായതുകൊണ്ട് ഇത് മാറത്തില്ല. പിന്നെ മരുന്ന് കഴിച്ച് വെറുതെ അതിന്റെ സൈഡ് എഫക്റ്റും കൂടെ ഉണ്ടാക്കി എടുക്കാമെന്നല്ലാതെ ഇത് പൂർണ്ണമായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് മരുന്നൊന്നും ചെയ്തിട്ടില്ല മോളെ. ഗ്ലിസറിനും റോസ് വാട്ടർ ഇത് മാത്രമേ നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയില്ലേ സ്കിന്ന്? ഡ്രൈ സ്കിന്നായിരുന്നു, ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനേക്കാളും സോഫ്റ്റ് ആയിരുന്നടാ. എനിക്കിപ്പോ ഇച്ചിരി വയ്യാഴി, BP കുറയുന്നു. ഇപ്പൊ കുറെ കൂടി ശ്രദ്ധിക്കാൻ എനിക്ക് തോന്നുന്നു സമയം കിട്ടണുണ്ടാവില്ല. അല്ല, ബിസിനസ് തുടങ്ങിയിട്ട് 2-3 മാസേ ആയുള്ളൂ. അതിനു മുന്നേ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് BP ലോ ആകുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ അമ്മയാണല്ലേ ഒരു എന്താ പറയാ ഒരു നട്ടല് എന്ന് പറയുന്നത്. അമ്മയ്ക്കിപ്പോ വയ്യാഴിയായി, പിന്നെ എപ്പോഴും ഇങ്ങനെ ഓർമ്മക്കുറവ്, ഫുൾ ടൈം കിടപ്പാണ്. അപ്പൊ ഇന്നലെ പോയി നോക്കിയപ്പോഴും ഒക്കെ BP കൂടുതലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാ, അമ്മയാണ് ജീവിതത്തില് ഇപ്പൊ ഇത്രയും നാളുകളായിട്ട് ഒരു നട്ടല് എന്ന് പറയാൻ വേണ്ടിട്ട് അമ്മ തന്നെയാണ്. അമ്മയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കൂടെ നിക്കുന്നത് അല്ലേ? അതെ. അമ്മേനെ പറ്റി എന്താ പറയാനല്ലേ? എന്താ പറയാ, പറഞ്ഞോ. അമ്മയ്ക്ക് വയ്യാഴിക വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ. അമ്മക്ക് മോളുടെ ഫ്യൂച്ചർ ആലോചിച്ച് എപ്പോഴെങ്കിലും ടെൻഷൻ തോന്നിയിട്ടുണ്ട്? അതേ ഉള്ളൂ മോളെ. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം എങ്ങനെയാ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ അമ്മ ചിന്തിക്കാറുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ. ഇപ്പോൾ എന്താ പറയാ, അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റപ്പെടുത്തുന്നില്ല, ഒറ്റപ്പെടുത്തുന്നില്ല മോളെ, ആരും ഒറ്റപ്പെടുത്തുന്നില്ല. നമ്മള് ഇപ്പൊ ശിവേട്ടൻ പറഞ്ഞ 7 അമ്മാവന്മാരുണ്ട്. 7 അമ്മാവന്മാരുടെ മക്കൾ അവരുടെ മക്കളെ കാണുന്നത് പോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കല്യാണത്തിന് ചെന്നില്ലെങ്കിൽ പോലും എന്താ വരാഞ്ഞത്, അല്ലെങ്കിൽ കൂടുതൽ അവളെ കൊണ്ടുവരാഞ്ഞത് എന്താന്ന് ചോദിക്കാത്ത ഫസ്റ്റ് തന്നെ കാണുമ്പോ ചോദിക്കുന്നത്, ചേച്ചി എന്തുകൊണ്ട് ശാലിനിയെ കൊണ്ടുവന്നില്ല? അപ്പൊ എന്തെങ്കിലും അവൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ചില ദിവസം എനിക്ക് മടിയുമാണ്. അല്ലാതെ നമ്മള് അങ്ങനെ ചോദിക്കുന്നത് വലിയ കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും മാറ്റി നിർത്താനായിട്ട് അവളെ ഒഴിവാക്കിയിട്ട് ഒരു കാര്യവും ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കത്തില്ല. എവിടെ ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവളെ നമ്മൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മുടെ വീട്ടിലുള്ളത്. എല്ലാവരും
മുഴുവൻ പിന്നെ അമ്മാവന്മാരും പല്ലന ഈ മക്കളും നാടും എല്ലാവരും. വലിയ ഈ നാട് വലിയ കുഴപ്പം കുഴപ്പമില്ല മോളെ, അവളെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളൊരു നാടായത്. പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോകേണ്ട വന്നാ അല്ലെങ്കിൽ പുറത്തേക്ക് ഇപ്പൊ ട്രാവൽ സത്യം ചെയ്യേണ്ട പറഞ്ഞാൽ വന്നാ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ പേടി തോന്നാറുണ്ടോ അമ്മയ്ക്ക്? ഇല്ല മോളെ. ഇല്ല എടാ, ഞാൻ തൃശ്ശൂര് കല്യാണം കഴിച്ച് ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് പോവുകയും വരികയും ചെയ്തത്. ആ സമയത്ത് ആദ്യം പേടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബ് വൈറലായി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഭയങ്കര കയറുമ്പോഴൊക്കെ ആ ചേച്ചി വീഡിയോയിലുള്ളതല്ലേ എന്ന് ചോദിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തരാനും, സ്റ്റോപ്പ് എത്തുമ്പോൾ എവിടെ ഇറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെക്കാൾ മുന്നേ അവർ പറഞ്ഞു തരാനും, അപ്പം നമുക്ക് നല്ല ധൈര്യമാണ്. ഇപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു ഫീൽ ഇപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും പേടി ഉണ്ടാവില്ലല്ലോ ഇപ്പൊ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാരണം പണ്ട് ഞാൻ വണ്ടാനത്തൊന്നും ഒറ്റയ്ക്ക് പോകില്ലായിരുന്നു. ഇപ്പം അമ്മയും കൊണ്ട് ഒറ്റയ്ക്ക് പോകും. ഞാനും അമ്മയും കൂടെ ആശുപത്രിയിലൊക്കെ പോകും. നേരത്തെ എനിക്ക് എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല. നമ്മൾ പോയിട്ടുമില്ല, ഒന്നും ചെയ്യത്തുമില്ലായിരുന്നു. ഇപ്പൊ എല്ലാം മാറി അടിപൊളിയായിട്ട് ലൈഫ്. അങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ.